കണ്ടിതു യവനനും ചതുർബാഹുക്കളോടും കൊണ്ടൽ വന്നവും ശ്രീവത്സാഭിയും വനമാലാഗ്രീവാശോഭയും നല്ല കൗസുഭമണിപ്രഭ പീതവാസസും പത്മനേത്രങ്ങൾ കുണ്ടലങ്ങൾ ശോഭിത മൃദുവാസമാർഗമാനവും ശോഭിച്ചു വിഷ്ണുരൂപമായി കണ്ടു. കൃഷ്ണൻ തന്നെ അന്നേരം യവനനും നാരദവാക്യമെല്ലാം ഒന്നുമില്ലാതെ കണ്ടു. കൃഷ്ണൻ എന്ന് വരച്ചിരു ആയുധങ്ങളൊന്നും ഇല്ലാതെ നിൽക്കയാലെ ആയുധം കൂടാതെ ഞാൻ യുദ്ധത്തിൽ ചെയ്യണം യവം ചിന്തിച്ചു ഇവൻ എന്നാലെ അബദ്ധനാം എന്നു നിർണയിച്ച അതിഭീതിയും ഭാവിച്ചിട്ടും മന്ദമായി മണ്ണി കൂടെ ഓടിനാൻ യവനും ചെന്നുടൻ പിടിക്കാൻ നോക്കുടൻ പിടിക്കുമ്പോൾ പിന്നെയും അല്പം ദൂരം കണ്ടിടും മുകുന്ദനെ പിന്നെയും ഓടിച്ചെല്ലും. അപ്പോൾ അങ്ങനെ തന്നെ പിന്നെയും ഈ വണ്ണമായി പാടുടൻ നടക്കയും കിട്ടിയെന്ന് നോക്കും നേരം കിട്ടാനും യവനും ദുഷ്ടനായി ഗോപശിശോ നിൽക്കയെന്നും നീ എന്നെ യദുവംശേ ജനിച്ച ജനമാരും പൊയ്യില്ല ശത്രുഭിയാമണ്ടിയ കണ്ടാരുമേ നില്ലടാ നീയും നീയും എന്ന് എൻ മുന്നിൽ അലക്ഷണം വല്ലഭമുള്ളതിന്റെ ചന്തങ്ങൾ കാട്ടിത്തരാം. ഇത്തരം യവനന്റെ വാക്കുകളൊന്നും ചിത്രത്തിൽ കേട്ടില്ലെന്നും ഭാവിച്ചിരുന്നു കൃഷ്ണൻ. പർവ്വത ഗുഹ വഴിയെ യവനും ദുർവചനങ്ങൾ ഓരോ നേരവും ചൊല്ലിക്കൊണ്ടു പിന്നാലെ പാഞ്ഞു ചെന്നു പൊക്കിയു യവനും. അന്നേരം മുകുന്ദനെ കണ്ടില്ല ഒരേടത്തും ദുഷ്ടനായി പിന്നേ ചെല്ലും യവനൻ മുകുന്ദനെ കണ്ടില്ല. അപ്പോൾ കണ്ടിരു ഗുഹയ്ക്കകത്തൊരു മാനം വീരൻ കിണ്ടൽ കൂടാതെ കിടന്നുറങ്ങിയിടുന്നത്. അപ്പോൾ കൊണ്ടലിനെ വണ്ണൻ താൻ അറിയാതെ വന്നു. കിണ്ടലെങ്ങിയെ ഇറങ്ങിയിടുന്നതെന്നോർത്തിട്ട് വാങ്ങി നിന്നൊന്ന് ചവിട്ടിയിടിനാൻ യവനനും. കഥങ്ങൾ കൊണ്ടിട്ടുണർന്നിരുന്നു. കണ്ണു രണ്ടും പിടിച്ചു ചുരവും ഭ്രമിച്ചു നോക്കും നേരം മുഴുക്ക കോപത്തോടെ കണ്ടിതു യവനെ. എത്രയും കോപത്തോടെ നോക്കിയാൻ യവനെ നേർക്കാകി തന്നെ ദഹിച്ചിടാൻ യവനും അസമായി ധൂളിപ്പോയി യവനെന്നോ. യവനെന്നോർത്ത് അതിവിസുരചിത്തന്മാരായി വന്നു ദേവഗണം. ഇത്തരം മുനികളുടെ വാക്കുകൾ കേട്ട നേരം ചിത്തസംശയം കൊണ്ടു ചോദിച്ചു ഗോതമൻ. പർവ്വതഗുഹ കുമാരേവൻ എന്നതും അവൻ അറിയാൻ അവൻ അവിടെ ഉറങ്ങുവാൻ കാരണം എന്തെന്നതും കാഠിന്യം അവൻ തപസ്സാര മൂലവും അരുൾ ചെയ്ത ശ്രീശുഖമുനി എന്നതു കേട്ടു വ്യാസനം അരുൾ ചെയ്തു. കന്യനായ മാതാമീപതി തങ്ങളുടെ പുത്രനവൻ മൂച്ചുകുന്തനെന്നോ മന്നിടം രക്ഷിച്ചവൻ പണ്ടു വാഴുന്ന കാലം ദേവലോകത്ത് ചെന്നു ദേവവൈരികളെയും പോർ ചെയ്തു ബഹുകാലം നാഗവൈരികളെയും ഒടുക്കിയത് മൂലം നാഗികൾ അബ്ദിക്കയാൻ പഴുത്തമോട് സ്വർഗേ വസിച്ചു ദേവഗണം. സന്തനെ സേനയെ ശത്രു വഹിപ്പിച്ച അനന്തരം നന്ദിച്ചു മുതുകുന്തനോട് ഇന്ദ്രൻ സ്വന്മാൻ. എത്രയും പരാക്രമശാലിയാം ഭവാൻ സ്വർഗേ എത്രയും കൃപയാലെ വസിക്ക നിമിത്തമായി എത്രയും സുഖത്തോടെ വാഴ്ന്നിട്ടാലും ശത്രു സംഹാരം ചെയ്തു മിത്രമായി ദേവഗണം രക്ഷിച്ച ഭവാനെന്നും ചെയ്യേണ്ടതെന്തൊന്നു ഞാൻ രക്ഷിപ്പതെല്ലാത്തിലും ഉത്തമം നിർഭധർമ്മം. തന്നെ പിതൃമാതൃകാന്തപുത്രാദി മിത്രം മന്നവാ നശിച്ചിരു കാലമൊട്ടേറെയായി സന്താപം ഭവാനിത് കൊണ്ടേതും ഭവിക്കല. ചിന്തിക്ക് കാലഗതി കൊണ്ട് ദേവകൾ പോലും കാലത്തിനധീനരായി നശിച്ചു പോകുന്നു. കാലമാകുന്നതെന്നാൽ ആകെ ഈശ്വരൻ തന്നെ. ആകയാൽ നിനക്കുള്ളിൽ വേണ്ടുന്ന വരങ്ങളെ വൈകാതെ തന്നിടുവൻ. വരിക്ക വേണ്ടതെല്ലാം മോക്ഷത്തെ അല്ലാത്തതൊക്കവേ
അല്ലാത്തവയൊക്കെ നൽകും അവൻ അഹം മോക്ഷത്തെ നൽകിയിടുവാൻ വിഷ്ണു മറ്റന്യതില്ല എന്നതു കേട്ടു മുജൂതനാം നൃപവീരൻ വന്ദിച്ചു ദേവേന്ദ്രനോടിത്തരം പറഞ്ഞ് കാലമൊട്ടേറെ ഇപ്പോൾ നിദ്ര തെറ്റിയിലായകയാൽ ആലസ്യം നമുക്കുമുണ്ടത് വരം വേണം. ദേവേന്ദ്രനതു കേട്ടിട്ടേറിയ കാലം ഭവാൻ വേടുക നിദ്ര കൊണ്ട് ബാധയില്ലാരാലുമേ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയിരുന്നതാരെന്നാലും നിദ്രയെ വിട്ട് ഭവാൻ നോക്കുന്ന നേത്രാഗ്നിയിൽ അപ്പോഴേ ഭസ്മമായി പോം. ഇല്ല സംശയമൊന്നും. ഇപ്രകാരത്തിൽ ഇന്ദ്രൻ വരവും കൊടുത്തത് യുദ്ധം ഭൂപതി ഇന്ദ്രദത്തമാം വരത്തോടും ചിത്തസൗഖ്യേന മുഴുകുന്നതിനും പോന്നു വന്നു. പർവ്വതഗുഹ ഉക്കിട്ടുറക്കം തുടങ്ങിയ ഈ വകയെല്ലാം ഗ്രഹിച്ചിരുന്ന നാരായണൻ ദുഷ്ടനാം യവനെ കൊണ്ട് ഭൂപതി തന്റെ കുറ്റനിദ്രയെ ഭേദിപ്പിച്ചവൻ ഭദ്രമാക്കി. പിന്നെയും ജഗദീശൻ തന്നുള്ളിൽ മുഴുകുന്ന മന്നവൻ തന്നെ കണ്ട് മോക്ഷം നൽകണമെന്നും എല്ലാം ഇതിന് കാരണമാക്കിയണം. കേവലന്മാരാ വിചാരങ്ങൾ ആർക്കറിയാമോ? യവനൻ ഭസ്മമായി പോയതിന് അനന്തരം കേവലൻ കൃഷ്ണൻ താരം തത്ര ചെന്നത് നേരം എത്രയും തേജോമയനായ മാധവം കണ്ടിട്ട് എത്രയും കുതൂഹലാൽ ചോദിച്ചു മുതുകുന്ദൻ എത്രയും ചാരു തേജോമയ കാരണൻ ഭവാൻ ഉത്തമനാരെന്നാലും ഞാൻ കണ്ടത് അത്യത്ഭുതം. ഇന്ദ്രാഗ്നി ചന്ദ്രസൂര്യൻ